സൈമൺ ബ്രിട്ടോ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇപ്പോൾ വിവരങ്ങളുമായി അബ്രഹാം ചേരുന്നുണ്ട്. അബ്രഹാം, എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് CPM നേതാവ് സൈമൺ ബ്രിട്ടോ തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി അന്തരിച്ചത്. അദ്ദേഹം പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി തൃശൂർ ജില്ലയിലായിരുന്നു. അതിന്റെ സുഹൃത്തുമാണ് തൃശൂർ ജില്ലയിൽ അദ്ദേഹം ഇവിടെ തന്നെ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യം മറ്റ് നേരത്തെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ച് നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. നമുക്കറിയാം CPMന്റെ ഒരു ശക്തന നേതാവായിരുന്നു സൈമൺ ബ്രിട്ടോ. അതിന് മുന്നേ തന്നെ നിയമസഭയിൽ അടക്കം ആന്തോളൻ പ്രതിനിധിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര എന്ന രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ സൈമൺ ബ്രിട്ടോയ്ക്കുള്ള സ്ഥാനം. ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന്റെ. അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അഭിമന്യു കൊല്ലപ്പെട്ടപ്പോഴും സൈമൺ ബ്രിട്ടോ വാർത്തകൾ നിറഞ്ഞിരുന്നു. സൈമൺ ബ്രിട്ടോ ഇപ്പോൾ എഴുതിക്കൊടുത്തിരുന്ന ഈ പുസ്തകത്തിന്റെ എഴുത്തിനും മറ്റും അഭിമന്യു സഹായിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്നാണ് അതിനുശേഷമാണ് അഭിമന്യു കൊല്ലപ്പെട്ടതും. ആ തരത്തിലും സൈമൺ ബ്രിട്ടോ വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്തായാലും ഏറെ അപ്രതീക്ഷിതമായ ഒരു മരണമാണ് ഇപ്പോൾ സൈമൺ ബ്രിട്ടോയ്ക്ക് ഉണ്ടായത്. നമുക്കറിയാം CPIMന്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെയാണ് സൈമൺ ബ്രിട്ടോ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. നട്ടലിൽ ഗുരുതരമായ പരിക്കേറ്റ് അദ്ദേഹം നടക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ സമയവും വീഴ്ചയിലാണ് അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും സൈമൺ ബ്രിട്ടോയുടെ അകാലത്തുള്ള മരണം ഇപ്പോൾ രാഷ്ട്രീയങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊരു പ്രതീകം സൈമൺ ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. പാർട്ടി കാലയളവിൽ അദ്ദേഹത്തിന് ഗുരുതരമായി നട്ടലിന് പരിശീലിക്കുകയും പിന്നീട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് രാഷ്ട്രീയ കേരളത്തോട് വിടമറിഞ്ഞിരിക്കുകയാണ്. SFയുടെ കരുത്തുറ്റ നേതാവായിരുന്നു സൈമൺ ബ്രിട്ടോ. SFയോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും. ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തിന് പലയിടങ്ങളിൽ നിന്നായി മർദ്ദനം എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് കോൺഗ്രസിന്റെ ഗുണ്ടകളുടെ നട്ടലിന് കുത്തേറ്റ് അദ്ദേഹം ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പിന്നീട് തന്റെ ശിഷ്ടകാലം ജീവിച്ചിരുന്നത്. വീൽചെയറിലുള്ള സൈമൺ ബ്രിട്ടോ CPMന്റെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഈ രാഷ്ട്രീയ അക്രമങ്ങൾ പറയുമ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷിയായാണ് സൈമൺ ബ്രിട്ടോ ജീവിച്ച് മരിച്ചതും. എന്തായാലും വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രോഗം കേരളീയ രാഷ്ട്രീയത്തിൽ വലിയ ഒരു നിർത്താൻ കഴിയാത്ത ഈ പാർട്ടിപരമായ രാഷ്ട്രീയ പ്രശ്നം അപ്പുറത്തേക്ക് നല്ലൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു സൈമൺ ബ്രിട്ടോ. അദ്ദേഹത്തിന് നിരവധി യാത്രാവിവരണങ്ങളും അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളും ചർച്ച ചെയ്യപ്പെട്ടവയും ശ്രദ്ധിക്കപ്പെട്ടവയുമാണ്. എന്തായാലും ഒരു നല്ല രാഷ്ട്രീയക്കാരൻ നല്ലൊരു എഴുത്തുകാരനുമായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ കേരള സമൂഹത്തിന് കേരള രാഷ്ട്രീയത്തിന് നഷ്ടമാക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു വിയോഗം ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ കേരള സമൂഹത്തിനുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. നേരത്തെ അദ്ദേഹത്തിന് നിലവിൽ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നില്ല. തന്റെ ബുക്കിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയെന്നാണ് ഇവിടെ കഴിഞ്ഞു വരികയാണ് ഈ ഒരു പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തിന് സംഭവിച്ചത്. നേരത്തെ അഭിമന്യുവിനെ NDF കുത്തി കൊലപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ സൈമൺ ബ്രിട്ടോയുടെ രാഷ്ട്രീയത്തിലെ ഇടപെടൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. അതായത് സൈമൺ ബ്രിട്ടോയുടെ പുസ്തകം എഴുതുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മറ്റും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സൈമൺ ബ്രിട്ടോ അഭിമന്യു അന്ന് കൊല്ലപ്പെട്ടത്. അതിന്റെ തുടർച്ച എന്ന് വേണം കേരള സമൂഹത്തിൽ അന്നും സൈമൺ ബ്രിട്ടോയുടെ ജീവിതവും സൈമൺ ബ്രിട്ടോയുടെ പ്രസംഗങ്ങളും എല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയായിരുന്നു. വീഴ്ചയിൽ ഇരുന്നുകൊണ്ട് തന്നെ ലോകം കണ്ട ഒരു മനുഷ്യനാണ് സൈമൺ ബ്രിട്ടോ. ആ വീഴ്ചയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ രചിച്ചതും രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു അദ്ദേഹം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതയാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. ആ ശരീരം തളർന്നുകൊണ്ട് 32 വർഷമാണ് അദ്ദേഹം ഈ വീൽചെയറിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അന്നെല്ലാം തന്നെ അദ്ദേഹം എപ്പോഴും എടുത്തു പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു തലശേഷവും എല്ലാ തരത്തിലും പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. പാർട്ടിയോട് ചേർന്നുള്ള ജീവിതം തന്നെയാണ് അതിനുശേഷവും അദ്ദേഹം നയിച്ചത്. നട്ടലിന് കുത്തേറ്റ് തനിശേഷം നഷ്ടപ്പെട്ടതിന് ശേഷവും അദ്ദേഹം എല്ലാ പാർട്ടി അധികളും സജീവമായിരുന്നു. പാർട്ടി അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പാർട്ടിയോട് ചേർന്ന് രാഷ്ട്രീയത്തിൽ, അതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നലെ ഉണ്ടായിരുന്നതും. ആ വീഴ്ചയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ നിരവധി യാത്രകളുണ്ട്. അത്തരത്തിൽ ഏറെ എല്ലാ തരത്തിലും നമുക്ക് എല്ലാവർക്കും ഏറെ പ്രചോദനം നൽകുന്ന ഒരു ജീവിതമായിരുന്നു സൈമൺ ബ്രിട്ടോയുടേത്. ദീർഘമായി നേരത്തെ അദ്ദേഹം ഈ ഇന്ത്യ യാത്ര, ഭാരതയാത്രയും മറ്റും നടത്തുന്നതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹത്തിന്റെ വീട് കൊച്ചിയിലാണ്. കൊച്ചിയിലെ
വടകരയിലെ വീട്ടിലാണ് സൈമൺ ബ്രിട്ടോ താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തൃശൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഈ മരണം സംഭവിക്കുന്നത്. വളരെ ഒരു നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ് സൈമൺ ബ്രിട്ടോയുടെ മരണത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു കരുത്തനായ നേതാവായിരുന്നു. കാരണം അത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടന്നെന്നാൽ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീഴ്ചയിൽ ഒറ്റപ്പെട്ടു പോയിട്ടും CPMന്റെ നാക്കായി അദ്ദേഹം സംസ്ഥാന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPMന്റെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിന്റെ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയും ഉണ്ടായിരുന്നു. നല്ല എഴുത്തുകാരനും കൂടിയായിരുന്നു സൈമൺ ബ്രിട്ടോ. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. അത്തരത്തിൽ മികച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എഴുത്തുകാരനും കൂടിയായ സൈമൺ ബ്രിട്ടോയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രം നമുക്കറിയാം. വീഴ്ചയിൽ ഇരുന്നുകൊണ്ടല്ലാതെ നമുക്ക് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അത്തരത്തിൽ പൊതുസമൂഹത്തിൽ വീഴ്ചയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതും. ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും ക്രൂരമായി തളർത്താൻ ശ്രമിച്ചിട്ടും കൊല്ലാൻ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാത്തൊരു വ്യക്തിത്വമായിരുന്നു സൈമൺ ബ്രിട്ടോയുടെ. അതായത് CPMന്റെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം കൂടി സൈമൺ ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് പോലും പിന്നോട്ട് പോകാത്ത പതറാത്തൊരു സമീപനമുള്ള വ്യക്തിയായിരുന്നു സൈമൺ ബ്രിട്ടോ. അതൊക്കെ തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയാണ് ഇപ്പോൾ കേരള സമൂഹത്തിന് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും വീഴ്ചയിൽ ഇരുന്നു കൊണ്ട് തന്നെ എഴുതിയ ലോകം കണ്ട ഒരു വ്യക്തി നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. എതിരാളികളെ പോലും തോൽപ്പിച്ച ഒരു മനസ്സ് സൈമൺ ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും ക്രൂരമായി കൊല ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിട്ട് പോലും അതിലൊന്നും പതറാതെ രാഷ്ട്രീയ കേരളത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് സൈമൺ ബ്രിട്ടോ. ആ ഒരു വ്യക്തിത്വം തന്നെയാണ് സൈമൺ ബ്രിട്ടോ ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യവും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ശരീരം ചലനശേഷി നഷ്ടമായിട്ട് പോലും ഉറച്ച മനസ്സോടെ പൊരുതാൻ ഉറച്ചു തന്നെയാണ് അദ്ദേഹം കേരള സമൂഹത്തിൽ നിലയുറപ്പിച്ചതും. അത്തരത്തിൽ വളർന്നു വരുന്ന അനവധി SFI അല്ലെങ്കിൽ DYFI വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അദ്ദേഹത്തിന്റെ ജീവിതം വളരെ പ്രചോദനകരം തന്നെയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു NDF കൊല്ലപ്പെട്ട അഭിമന്യു. അത്തരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് സൈമൺ ബ്രിട്ടോ എന്ന പേര് ഏറ്റവും സുപരിചിതമാണ്. കാരണം വിദ്യാലയങ്ങൾ കലാലയങ്ങളിൽ മറ്റും അദ്ദേഹം എത്തുന്നത് അത്തരത്തിൽ തീർത്തും ഒരു പ്രതീകം, അതായത് SFIയുടെ പ്രതീകം തന്നെയായിരുന്നു അദ്ദേഹം. കാരണം ഇത്രയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും വീഴ്ചയിൽ ഇരുന്നു കൊണ്ട് ഇഷ്ടജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തി എന്ന പ്രതീകം അദ്ദേഹത്തിനുണ്ട്. കാരണം ഇത്രയും ക്രൂരമായി കൊല ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിലൊന്നും പതറാതെ തിരിച്ചു വന്നൊരു ധൈര്യശാലി എന്ന പ്രതീകവും ഈ ഒരു കാലഘട്ടത്തിൽ സൈമൺ ബ്രിട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ജീവിതത്തിലൂടെ സമാപനം ആയിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ സാമൂഹിക കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാലയളവിലൂടെ ജീവിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ശരി, അബ്രഹാം തുടരുക. നമ്മോടൊപ്പം സിജു കൂടി ചേരുന്നുണ്ട്. സിജു, കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ് സൈമൺ ബ്രിട്ടോയുടെ വിയോഗം. നമുക്കറിയാം 1983 അദ്ദേഹത്തിന് KSUവിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. തുടർന്ന് ശേഷിക്കുന്ന കാലം അദ്ദേഹം വീൽചെയറിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം തള്ളി നീക്കിയത്. ഇപ്പോൾ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണെങ്കിൽ അവന്തിക, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വിപ്ലവ പോരാളികൾക്ക് ആശയും ആവേശവുമായിരുന്ന സൈമൺ ബ്രിട്ടോയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. ഒരുപക്ഷെ കേരളം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന് പറയുന്ന SFI നേതാവ് കൊല്ലപ്പെട്ട് തികച്ചും 1 വർഷമാകുന്നു. അതോടൊപ്പം തന്നെ 1983 ഒക്ടോബർ 14 തീയതിയാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് പറയുന്ന KSUക്കാർ സൈമൺ ബ്രിട്ടോയെ എറണാകുളം ജനറൽ ആശുപത്രിക്ക് അടുത്ത് വെച്ച് അദ്ദേഹത്തിനെ കത്തിക്കുത്തി, അതായത് അദ്ദേഹത്തിന്റെ എല്ലാ ആന്തരിക അവയവങ്ങളിലെയും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ കുത്തി വീഴ്ത്തുന്നു. അരയ്ക്ക് താഴെ തളർന്ന ചലനശേഷി നഷ്ടപ്പെട്ട സൈമൺ ബ്രിട്ടോ കഴിഞ്ഞ 35 വർഷക്കാലവും കേരള സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കേരള സമൂഹത്തിൽ, അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹികൾക്കും പ്രചോദനമായിക്കൊണ്ട് ഒരു കത്തിമുനയ്ക്കും വീഴ്ത്താനാകുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റുകാരന്റെ മാനവികതാബോധവും കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്നേഹവും എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് സൈമൺ ബ്രിട്ടോ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ആ വീര വിപ്ലവകാരിയാണ് ഇപ്പോൾ അല്പം മുമ്പ് തൃശ്ശൂരിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ഈ 35 വർഷവും അദ്ദേഹം ചക്ര കസേരയിൽ ഇരുന്നു കൊണ്ട് കർമ്മനിരതനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു സൈമൺ ബ്രിട്ടോ. അദ്ദേഹം ഒരു പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടാണ്, നേരത്തെ അഭിറാം സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടായിരുന്നു തൃശ്ശൂരിൽ ചെലവഴിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ 35 വർഷക്കാല
അതായത് ഒരു കഠാരമുനയുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ കഴിയുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉറച്ച പ്രത്യയശാസ്ത്ര ബോധ്യമെന്നും കമ്മ്യൂണിസ്റ്റ് ബോധ്യമെന്നും മലയാളിക്കും ഒരുപക്ഷെ മാനവ സ്നേഹമുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത സൈമൺ ബ്രിട്ടോ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിലെ ഏതൊരു മനുഷ്യസ്നേഹിക്കും വളരെ വിഷമത്തോടുകൂടി വിങ്ങലോടുകൂടി മാത്രമേ സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹിയെ ആ കമ്മ്യൂണിസ്റ്റുകാരനെ ഓർക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ അന്ത്യം അല്പം മുമ്പാണ് തൃശ്ശൂരിൽ വെച്ച് നടന്നത്. നമുക്കറിയാം 1983 ഒക്ടോബർ മാസം 14 തീയതിയാണ് KSU കാബാലികർ അദ്ദേഹത്തിനെ കുത്തി വീഴ്ത്തുന്നത്. ഒരുപക്ഷെ ആഞ്ഞാഞ്ഞു കുത്തി അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും ആ മരണത്തിന് പോലും അദ്ദേഹം കീഴടങ്ങിയിരുന്നില്ല. സിജു, ഒരു നിമിഷം തുടരുക. നമ്മോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ് സൈമൺ ബ്രിട്ടോയുടെ വിയോഗം. എങ്ങനെ നോക്കിക്കാണുന്നു? ബ്രിട്ടോ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അദ്ദേഹം മാരകമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായി നമുക്കിടയിൽ ഇപ്പോഴും ജീവിച്ചത്. അദ്ദേഹത്തിന്റെ വിപ്ലവ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. എപ്പോഴും അദ്ദേഹം സജീവമായി ചിന്തിക്കുകയും യുവജനങ്ങൾക്ക് ആവേശം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. മാരകമായിട്ടുള്ള ആക്രമണത്തിന് അദ്ദേഹം വിധേയനായി. KSUക്കാരുടെ കഠാര രാഷ്ട്രീയത്തിന് വിധേയമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള പരിക്കേൽക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ജീവനം എടുക്കാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം അതിനുശേഷം നട്ടല് തകർന്ന് എപ്പോഴും കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. വീൽ ചെയറിലായിരുന്നു അദ്ദേഹം എല്ലാ സ്ഥലത്തും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ CPM അദ്ദേഹത്തെ നിയമസഭാ അംഗമായി നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം നിയമസഭാ അംഗം എന്നുള്ള നിലയിലും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ജയിലുകളിൽ ലൈബ്രറികൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ MLA ഫണ്ട് കൊടുത്ത കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും വ്യതിരിക്തമായൊരു പ്രവർത്തന ശൈലിയും ജീവിത വീക്ഷണവും വിപ്ലവ ചിന്തയും വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ സൈമൺ ബ്രിട്ടോവിന്റെ നിര്യാണം അതിൽ അഗാധമായ അനുശോചനം CPIM ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തി. ശരി, ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. നമ്മോടൊപ്പം സിജു ചേരുന്നുണ്ട്. സിജു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അഭിമന്യുവിന് മുന്നേ മഹാരാജാസിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷി കൂടിയാണ് സൈമൺ ബ്രിട്ടോ. അവന്തിക, ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ, അതായത് ജീവൻ എടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ആശയത്തെയും തകർക്കാൻ KSUം അതോടൊപ്പം തന്നെ കോൺഗ്രസ് RSS സംഘം കാബാലികർ പതിറ്റാണ്ടുകളായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് സൈമൺ ബ്രിട്ടോയെ 1983 KSUവിന്റെ കാബാലികർ കുത്തിവീഴ്ത്തിയത്. അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിനേറ്റ ആഘാതം, അതിന് ഏറ്റ മുറിവാണ് അദ്ദേഹത്തിനെ 35 വർഷം വീൽ ചെയറിൽ ഇരുത്തിയത്. പക്ഷേ ആ 35 വർഷക്കാലവും അദ്ദേഹം കർമ്മനിരതൻ തന്നെയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം MLA എന്ന നിലയിൽ പോലും, നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ MLA ഫണ്ട്, അതായത് ജയിലിൽ ഒരു ലൈബ്രറി തുടങ്ങുന്നതിന് വേണ്ടി വിനിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഓർത്തെടുക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുമ്പോൾ വെറും നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരായിരുന്നു കേരളത്തിന് എന്നുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആരായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ 3.5 പതിറ്റാണ്ട് ജീവിതത്തെ ചക്രക്കസേരയിലെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് സിജു, ഒരു നിമിഷം തുടരുക. നമ്മോടൊപ്പം കാനം രാജേന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ കാനം, സൈമൺ ബ്രിട്ടോ നമ്മോടൊപ്പം വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? വിദ്യാർത്ഥി യുവജന രംഗത്തെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവായിരുന്നു സഖാവ് സൈമൺ ബ്രിട്ടോ. അദ്ദേഹം ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിനുണ്ടായ അപകടത്തിന് ശേഷം, അല്ലെങ്കിൽ ആക്രമണത്തിന് ശേഷം, വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മുറിച്ച് കടന്ന് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ച ഒരു നേതാവായിരുന്നു. തന്റെ ശരീരത്തിൽ തളർച്ച ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിനെ തളർത്താൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രതിപക്ഷതയോടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച
ഒരു വിപ്ലവകാരിയായിരുന്നു സൈമൺ ബ്രിട്ടോ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിയമസഭയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. എഴുത്തും വായനയും ഒക്കെയായി കഴിയുന്ന ഇതിനിടയിലാണ് അദ്ദേഹത്തിന് നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും CPI അനുശോചനം രേഖപ്പെടുത്തുന്നു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ശരി, ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചതിന്